नमस्ते, आप सभी को हमारे चैनल पर हार्दिक स्वागत। എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ 5ാം ക്ലാസ്സിലെ പില്ല എന്നുള്ള കവിതയായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പഠന പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പില്ലയുടെയും വരും, ടോമി ഔർ മേം എന്നുള്ള സ്റ്റോറിയുടെയും വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ രണ്ട് പാഠഭാഗങ്ങളുടെ പഠന പ്രവർത്തനങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ടോമി ഔർ മേം എന്നുള്ള സ്റ്റോറിയുടെയും പില്ല എന്നുള്ള കവിതയുടെയും. അപ്പോൾ 23ാമത്തെ പേജിൽ ഹംപി ചോടേം എന്ന് പറഞ്ഞിട്ടൊരു പ്രവർത്തനമുണ്ട്. താഴെ നമ്മുടെ ടോമിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. ടോമി ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, ക്യാ ഖാന പസന്ത് ഥാ. ക്യാ എന്ന് പറഞ്ഞാൽ എന്താണ്, ഖാന കഴിക്കുക, പസന്ത് ഇഷ്ടം, എന്ത് കഴിക്കാനായിരുന്നു ഇഷ്ടം എന്നാണ് ചോദിക്കുന്നത്. ടോമിക്ക് എന്ത് കഴിക്കാനായിരുന്നു ഇഷ്ടം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചായക്ക് സാത്ത് ബിസ്കുറ്റ് ഖാന പസന്ത് ഥാ എന്ന് അല്ലേ. ചായയുടെ കൂടെ ബിസ്ക്കറ്റ് കഴിക്കാനാണ് ടോമിക്ക് ഇഷ്ടമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ചായക്ക് സാത്ത് ബിസ്കുറ്റ് ഖാന പസന്ത് ഥാ എന്ന് എഴുതി കൊടുക്കുക. അടുത്തതായിട്ട് ഫാനിൻ്റെ താഴെ ഉറങ്ങുന്ന ടോമിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, കിസ്കെ നീച്ചെ സോതാ ഥാ. ഏതിൻ്റെ താഴെയാണ് ടോമി ഉറങ്ങുന്നത് എന്നാണ് ചോദ്യം. കിസ്കെ എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പങ്കയ്ക്ക് നീച്ചെ സോതാ ഥാ അല്ലേ. ഫാനിൻ്റെ താഴെയാണ് ഉറങ്ങുന്നത് എന്ന് നമ്മൾ സ്റ്റോറിയിൽ പഠിച്ചിട്ടുണ്ട്. പങ്കയ്ക്ക് നീച്ചെ സോതാ ഥാ. അടുത്തത് ടോമി കളിക്കുന്ന ഒരു ചിത്രമാണല്ലേ. കിസ്കെ സാത്ത് ഖേൽതാ ഥാ. ആരുടെ കൂടെയാണ് ടോമി കളിക്കുന്നത്? ചിത്രത്തിൽ ഒരു ബോളാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മൾ പഠിച്ചത് എന്താണ്, നീതു കെ സാത്ത് ഖേൽതാ ഥാ. നീതുവിൻ്റെ കൂടെ കളിക്കാനാണ് അവനിഷ്ടം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. അടുത്ത പ്രവർത്തനം, ഇൻകി മദദ് സെ കവിതാമേം പങ്ക്തിയാം ജോഡെ. അപ്പോൾ നമ്മൾ പില്ല എന്നുള്ള കവിത പഠിച്ചു അല്ലേ. അപ്പോൾ നീതുവിൻ്റെ പപ്പിക്കുട്ടിയെ പറ്റിയുള്ള ഒരു കവിതയായിരുന്നു. അപ്പോൾ പട്ടിക്കുട്ടിയുടെ വർണ്ണനയായിരുന്നു ഫസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഈ കവിതയിൽ പറയുന്നത്. ഇനി ഈ 3 കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കവിതയിൽ വരികൾ കൂട്ടിച്ചേർക്കാനാണ് പറയുന്നത്. പങ്ക്തിയാം എന്ന് പറഞ്ഞാൽ വരികൾ, ചോടേം എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചേർക്കാം, ചായക്ക് സാത്ത് വാഹ് ബിസ്കുറ്റ് ഖാതാ ഥാ അല്ലേ. ചായയുടെ കൂടെ അവൻ ബിസ്ക്കറ്റ് കഴിക്കുമായിരുന്നു. അതേപോലെ എന്ത് പറയാം, പങ്കയ്ക്ക് നീച്ചെ സോതാ ഥാ. പിന്നെ എന്ത് പറയാം, നീതു കെ സാത്ത് ഖേൽതാ ഥാ. ഇങ്ങനെ വാക്യങ്ങളായിട്ട് നമ്മൾ എഴുതി കൊടുക്കണം. സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് 23ാമത്തെ പേജിലെ പ്രവർത്തനങ്ങൾ. 24ൽ നോക്കിയേ, പരിചിത ശബ്ദം പർ ഗോള ലഗായി. നമുക്ക് പരിചയമുള്ള വാക്കുകളിൽ എന്ത് ചെയ്യുക, ഗോളങ്ങൾ വരയ്ക്കുക, വൃത്തങ്ങൾ വരയ്ക്കാനാണ്, റൗണ്ട് ചെയ്യാനാണ് പറയുന്നത്. രാത് കാ സമയ ഥാ. രാത്ത് എന്നുള്ള ശബ്ദം നമുക്ക് പരിചയമുണ്ട് അല്ലേ. അപ്പോൾ രാത്ത് എന്നുള്ള എന്താണ്, നമ്മൾ റൗണ്ട് ചെയ്യുക. നീതു കെ ഹാത്ത് മേ കിതാബ് ഥി. നീതു നമ്മൾ പഠിച്ചിട്ടുണ്ട്, അപ്പോൾ നീതു റൗണ്ട് ചെയ്യുക. കിതാബ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ടോമിക്ക് കിതാബ് പഠന വളരെ ഇഷ്ടമാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. കിതാബ് റൗണ്ട് ചെയ്യാം. വീണ്ടും നീതു ഘർ കെ ബാഹർ ഥി എന്നുണ്ട്. അപ്പോൾ നീതു നമുക്ക് പരിചയമുള്ളതാണ്. അതേപോലെ ബാഹർ നമുക്ക് അറിയാം, ബാഹറും നമുക്ക് പരിചയമുള്ളതാണ്. അതേപോലെ അമ്മ, ഇതൊക്കെ നമുക്ക് പരിചയമുള്ള ശബ്ദങ്ങളാണ്. പിന്നെ ചായ്, അത് റൗണ്ട് ചെയ്യാം. നീതു ഖുഷ് ഹുയി, നീതു വീണ്ടും വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് റൗണ്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് പരിചയമുള്ള ശബ്ദങ്ങളൊക്കെ റൗണ്ട് ചെയ്യുക. അവയൊക്കെ എടുത്തിട്ട് പരിചിത ശബ്ദലേഖ്യം എന്ന് പറഞ്ഞ അടുത്ത പ്രവർത്തനത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, താഴെയായിട്ട് ഓരോ ശബ്ദങ്ങളും എഴുതാം. അപ്പോൾ ഏതൊക്കെ എഴുതാം, രാത്ത് എഴുതാം, നീതു എഴുതാം, കിതാബ് എഴുതാം, ബാഹർ എഴുതാം, അതേപോലെ ചായ് എഴുതാം. അപ്പോൾ നമ്മൾ ആ പാഠത്തിൽ പഠിച്ചിട്ടുള്ളത് വെച്ചിട്ട് ചായ് ഉണ്ടല്ലേ, ചായക്ക് സാത്ത് ബിസ്കുറ്റ് ഖാന. അപ്പോൾ അതൊക്കെ എഴുതാം. ഒരു 5 വാക്കുകൾ നമ്മളവിടെ എഴുതി കൊടുക്കുക. നെക്സ്റ്റ് 25ാമത്തെ പേജിലേക്ക് വരുമ്പോൾ, പഠേം ഔർ സമജേ. പഠിക്കാം, മനസ്സിലാക്കാം. അപ്പോൾ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്.
ടോമി ഉറങ്ങുന്ന ചിത്രമാണ് രണ്ടാമത്തെ ചിത്രം. ടോമി ഭക്ഷണം കഴിക്കുന്നതാണ് മൂന്നാമത്തെ ചിത്രം. ടോമി കളിക്കുന്നതാണ്. അപ്പോൾ പില്ല എന്ന് നടുക്ക് കൊടുത്തിട്ടുണ്ട്. പില്ല എന്താണ്? പപ്പി അല്ലേ? പപ്പിയാണ്, പട്ടിക്കുഞ്ഞാണ്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഫസ്റ്റിൽ സോത്താ ഹേ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ? ഫസ്റ്റ് ടോമി ഉറങ്ങുന്നതാണ്. അപ്പോൾ ഉറങ്ങുന്നതിന് ഹിന്ദിയിൽ എന്താണ് പറയുക? സോത്താ ഹേ, ഉറങ്ങുകയാണ്. നെക്സ്റ്റ് പില്ല കഴിക്കുകയാണല്ലേ? നമ്മളെന്ത് പറയണം? പില്ല ഖാത്താ ഹേ. ഖാന എന്ന് പറഞ്ഞാൽ കഴിക്കുക. ഖാത്താ ഹേ കഴിക്കുകയാണ്. ഫസ്റ്റ് പില്ല സോത്താ ഹേ, പട്ടിക്കുഞ്ഞ് ഉറങ്ങുകയാണ്. നെക്സ്റ്റ് പില്ല ഖാത്താ ഹേ, പട്ടിക്കുഞ്ഞ് കഴിക്കുകയാണ്. നെക്സ്റ്റ് എന്താണ്? പില്ല ഖേൽത്താ ഹേ. ഖേൽന എന്ന് പറഞ്ഞാൽ കളിക്കുക, പട്ടിക്കുഞ്ഞ് കളിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പരമാവധി ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. സോന ഉറങ്ങുക എന്നാണ്, ഖാന കഴിക്കുക, ഖേൽന കളിക്കുക. അർത്ഥങ്ങൾ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ചിത്ര ദേഖേ ലിഖേ. ചിത്രം നോക്കി എഴുതാനാണ് പറയുന്നത്. ചിത്രം നോക്കിയേ, റൈറ്റ് സൈഡിലായിട്ട് ടോമി ഭക്ഷണം കഴിക്കുന്ന ഒരു ചിത്രമാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കോളത്തിൽ കൊടുത്തിട്ടുണ്ട് ഖേൽത്ത, ഖാത്ത, സോത്ത. അപ്പോൾ നമുക്ക് അർത്ഥം അറിയണം. ഖേൽന എന്ന് പറഞ്ഞാൽ കളിക്കുക. അപ്പോൾ ചിത്രത്തിൽ പില്ലയല്ലേ? പില്ല ഭക്ഷണം കഴിക്കുന്ന ഫോട്ടോ ആണ് അല്ലേ? അപ്പോൾ ഖേൽന എന്ന് പറഞ്ഞാൽ കളിക്കുക, ഖാന ഭക്ഷണം കഴിക്കലാണ്, സോത്ത എന്ന് പറഞ്ഞാൽ ഉറങ്ങലാണ്. അപ്പോൾ എന്താണ്? പില്ല ഖാത്താഹെ എന്ന് നമ്മൾ ഇവിടെ എഴുതണം. പില്ല ഖാത്താഹെ അല്ലേ? ഖാന എന്ന് പറഞ്ഞാൽ കഴിക്കുക. അപ്പോൾ ഖാത്താഹെ എന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പാഠഭാഗങ്ങളിലെ വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും നമ്മൾ പഠിച്ചു വെക്കണം. സിമ്പിളായിട്ടുള്ള വാക്കുകളാണ്, അർത്ഥങ്ങളാണ്. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ സ്റ്റോറിയിലെ കാര്യങ്ങളൊക്കെ പറയാൻ പഠിക്കണം കേട്ടോ. അപ്പോൾ പറയാൻ പഠിക്കുമ്പോൾ നമുക്ക് എഴുതാനും സാധിക്കും. നമ്മൾ സ്റ്റോറി എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ടോമിയുടെ ഇഷ്ടങ്ങൾ അല്ലേ? ടോമിക്കൊക്കെ ആക്കിയ പസന്തേ അല്ലേ? എന്തൊക്കെയായിരുന്നു ഇഷ്ടങ്ങളെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? ചായക്ക് സാത്ത്, ബിസ്കുട്ട് ഖാന, പിന്നെ എന്തൊക്കെയാണ്? മേരെ സാത്ത് അല്ലേ? നീതുക്കെ സാത്ത് ഖേൽന, पंखे के नीचे सोना और किताब पढ़ना, ये सब ടോമി की പസന്തീദ ബാത് थी അല്ലേ? ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിരുന്നു ടോമിയുടെ. അപ്പോൾ ടോമിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പറയാൻ പഠിക്കണം. പിന്നെ 3 പാഠങ്ങളാണ് യൂണിറ്റ് 1-ലുള്ളത്. അതിലെ കവിതകൾ നന്നായിട്ട് പാടി പഠിക്കണം, കാണാതെ പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ക്രമത്തിലൊക്കെ എഴുതാൻ വേണ്ടി വന്നാൽ നമ്മൾ പാടി നോക്കുമ്പോൾ നമുക്ക് കിട്ടും. ഒരു കവിത പഠിക്കാതെ പോയാൽ നമുക്ക് എക്സാമിന് അത് ക്രമം തിരിച്ച് തന്നാൽ അത് കറക്റ്റ് ക്രമത്തിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ കവിതകളൊക്കെ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് വായിക്കുക, മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യനായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ധന്യവാദം.